ദൂരത്തു കണ്ടു. മകതമായ പരമാനന്ദത്തിൽ ലയിച്ചുകൊണ്ട് ആ ശ്രീരാമാവ് കണ്ണനെ കാണുന്ന രംഗവും ഏറെ മോഹിച്ച് ഭഗവത് സാന്നിധ്യാനുഗ്രഹ ദർശനം മോഹിച്ചു വന്ന് ശ്രീരാമാവ് ഭഗവാനെ കാണുന്ന അതിശ്രേഷ്ഠമായ രംഗം. അപ്പോൾ മുകുന്ദനും വിപ്രമര്യൻ തന്നെ പ്രേമമോട് കണ്ടു. ഏറ്റവും സസംഭ്രമം വേഗേന ചെന്ന് പ്രയസനം തന്നെ പാണിയം കൈക്കൊണ്ടു നിന്നും മുകുന്ദനും പ്രാണപ്രിയസക സംഗേന രോമാഞ്ചാൽ പ്രാണിപതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചു നിന്നിരു. അപ്പോൾ വിപ്രഭയനും മാധവ സംഗേന ശുദ്ധനായി മോദിച്ചു നിന്നിരു. മോദിച്ചു നിന്നിരു. പിന്നെ മുകുന്ദനം വിപ്രേന്ദ്രപാദങ്ങൾ മുകുന്ദനം വിപ്രേന്ദ്രപാദങ്ങൾ നന്നായി വിപ്രേന്ദ്രപാദങ്ങൾ നന്നായി കഴുകി ആ തീർത്ഥം ശിരസിംഗൽ സർവപാപാഭകനായ ജനാർദ്ദന നിർവാണതം ധരിച്ചിടിന. പിന്നെയും ആരണേന്ദ്രന്റെ കരം പിടിച്ചമ്പോട് ചാരുതരമായ തന്നുടെ മിത്രമേൽ നന്നായിരുത്തി സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു. ദിവ്യാംഗരാഗവു പിന്നെ വിരവോടു പൂജിച്ചു. വാസുദേവായ അന്നേരമത്ര വൈദർഭി മുതലായ നാരിമാർ ആലവട്ടങ്ങൾ വീടിന. ആലവട്ടങ്ങൾ വീടിന. വിപ്രപ്രവരനിവനതിനിസ്ത്രവനെത്രയും മാലിന്യശാല കറുത്തണം അംഗം മെലിഞ്ഞു മലിനാംബരം. ഇവൻ തന്നെ അഖിലേശന് ബഹുവാത്സല്യം ഇന്ന് വരുവതിനെന്തൊരു കാരണം. നന്ന് എത്രയോ ഓർത്താൽ വിചിത്രമാ. ഓർത്താൽ അഖില ഗുണവന്ധിരൻ വിപ്രൻ ആർത്തി വിനാശനം തന്നോടെ കാരുണ്യപ്പീർത്തും ഇവങ്കർ വസിക്കുന്നത് മൂലം എത്രയും ഭാഗ്യവാന്മാരിൽ അഗ്രേസരൻ. ഇത്തരം നാരികൾ മന്ദം പറയുമ്പോൾ ഉത്തമ വിപ്രന്റെ വാണി പിടിച്ചിട്ട് മല്ലാരിത്താനം കുശലം വിചാരിച്ച് നല്ലൊരു കൂറോട് പിന്നെയും ചോദിച്ചു. എത്രയും ബുദ്ധിമാനുത്തമ സുരസത്തവനാമേ സഖാവാം ഭവാനിഹ ഇഷ്ടാനുരൂപയായിടുന്ന പത്നിയെ ഇഷ്ടികാര്യർത്ഥമായി വെട്ടിതോ ചൊല്ലിടോ. നിഷ്കാമകർമ്മങ്ങൾ ചെയ്തു വാഴുന്നിതോ നിഷ്കൽമഷനാം സഖേ തവ മാനസേ ഭാര്യ സുത ധന സംസാരമെന്നതി കാര്യമോഹം ഭവ